എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ബോട്ടിലിരുന്ന് മീനിനെ പിടിക്കാൻ ശ്രമിക്കുന്ന വാട്ടർ ട്രൈബിലെ രണ്ട് സഹോദരങ്ങളെ കാണിക്കുന്നു. ഇത്തവണ എന്തായാലും ഞാനിതിനെ പിടിച്ചിരിക്കും. കട്ടാര നോക്ക്, ഇതുപോലെയാണ് മീനിനെ പിടിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ പറയുന്ന ഇവന്റെ പേരാണ് സോക്ക. അതുപോലെ സോക്കയുടെ അനിയത്തിയായിട്ടുള്ള ഇവളുടെ പേരാണ് കട്ടാര. കട്ടാര അവളുടെ കയ്യിലുള്ള ഗ്ലൗസ് ഒക്കെ മാറ്റി വാട്ടർ ബെൻഡിങ് ഉപയോഗിച്ച് മീനിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പതിയെ പതിയെ അവൾ വെള്ളത്തിൽ നിന്ന് മീനിനെ പുറത്തേക്ക് എടുക്കുന്നു. സോക്ക, ഇവിടെ നോക്ക്, ഞാൻ ആ മീനിനെ പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കട്ടാര സോക്കയുടെ അടുത്തേക്ക് ആ മീനിനെ കൊണ്ടുപോകുമ്പോൾ അവന്റെ കയ്യിലുള്ള വടി തട്ടി വെള്ളം അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. കട്ടാര, നീ ഈ മാജിക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നനയാറുണ്ട്. സോക്ക, ഇത് വാട്ടർ ബെൻഡിങ് ആണ്, അല്ലാതെ മാജിക് ഒന്നുമല്ല. അതായത് അതെ എനിക്ക് മനസ്സിലായി, നമ്മുടെ ട്രൈബിലുള്ള ഒരു പുരാതന കല. എനിക്ക് ഇതുപോലെയുള്ള ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കയ്യിൽ വയ്ക്കും, അല്ലാതെ പുറത്തെടുക്കില്ല എന്നിങ്ങനെയൊക്കെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബോട്ട് ഒരു ഒഴുക്കിൽ പെട്ടുപോകുന്നു. ആ ബോട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ രണ്ട് ഐസ് കട്ടകൾക്ക് ഇടയിൽ പെട്ട് ബോട്ട് നശിച്ചു പോകുന്നു. ഭാഗ്യത്തിന് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ വീണ്ടും അവർ തർക്കിക്കാൻ തുടങ്ങി. കട്ടാര, ഞാൻ നിന്നെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ എന്റെ കൂടെ വന്നത്. വളരെ വൃത്തികെട്ട ഒരു പൊട്ടനാണ് നീ എന്റെ കുടുംബത്തിലുള്ളതാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. ഇത്രയും നാളും വീട്ടിലുള്ള പണികൾ മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. ഞാൻ നിനക്ക് നിന്റെ ഡ്രസ്സ് വരെ അലക്കി തരാറുണ്ട്. നീ എപ്പോഴെങ്കിലും നിന്റെ വൃത്തികെട്ട സോക്സ് ഒന്ന് മണത്ത് നോക്കാറുണ്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കട്ടാര കൈവീശി ദേഷ്യപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ അവളുടെ പുറകിലുണ്ടായിരുന്ന ഐസ് മല കുറെ കഷ്ണങ്ങളായി പൊട്ടി വെള്ളത്തിലേക്ക് വീഴുന്നു. കട്ടാര, ഞാൻ സമ്മതിച്ചു, നീ ഒരു വലിയ വാട്ടർ ബെൻഡർ തന്നെയാണ്. സോക്ക, നീ പറഞ്ഞു വരുന്നത് ഇത് ഞാനാണ് ചെയ്തതെന്നാണോ? അതെ, കൺഗ്രാജുലേഷൻസ് എന്നിങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടി വീണ മലയിൽ നിന്ന് ഒരു വലിയ പാറ കഷ്ണം മുകളിലേക്ക് നീല വെളിച്ചവുമായി ഉയർന്നു വരുന്നു. അതിന്റെ അകത്ത് അവർ കണ്ടത് ഒരു പയ്യനെയാണ്. ആ പയ്യൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അതുകൊണ്ട് ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി കട്ടാര സോക്കയുടെ കയ്യിൽ നിന്ന് ഒരു വടി വാങ്ങി അവിടേക്ക് ഓടിപ്പോകുന്നു. പക്ഷെ സോക്കയ്ക്കാണെങ്കിൽ ഇപ്പോഴും അത് പേടിയോടെയാണ് കാണുന്നത്. കട്ടാര ഓടിച്ചെന്ന് ആ ഐസിന്റെ കട്ട പൊട്ടിച്ചു. പെട്ടെന്ന് അതിന്റെ അകത്ത് നിന്ന് ഒരു നീല പ്രകാശം ആകാശത്തേക്ക് പതിച്ചു. ഈ നീല വെളിച്ചം ദൂരെ കപ്പലിലുള്ള ഫയർ ബെൻഡർ ആയിട്ടുള്ള ഒരു പയ്യൻ കാണുന്നുണ്ട്. ഇവന്റെ പേരാണ് സൂക്കോ. വെറും സൂക്കോ അല്ല, പ്രിൻസ് സൂക്കോ, ഫയർ ബെൻഡേഴ്സിന്റെ ഒക്കെ രാജാവിന്റെ മകൻ. അങ്കിൾ, ഇതിന്റെ അർത്ഥം എന്താണ്? ആ കാണുന്നത് അത് വെറും ഒരു ലൈറ്റ് അല്ല, അതിന്റെ അർത്ഥം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടാനായെന്നാണ് എന്നിങ്ങനെയൊക്കെ സൂക്കോ അവന്റെ അങ്കിളിനോട് പറയുമ്പോൾ അങ്കിൾ പറയും, സൂക്കോ, അത് വെറും ഒരു ലൈറ്റ് ആണ്, നമ്മൾ മുൻപും ഇതിലൂടെ പോയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടാൻ ഒരു കപ്പ് ചായ കുടിക്ക്. എനിക്ക് നിങ്ങളുടെ ഈ ചായ ഒന്നും വേണ്ട, എനിക്ക് ആ അവതാരണം പിടിക്കണം. ഹെൽസ്മാൻ, പെട്ടെന്ന് ലൈറ്റ് കാണുന്ന ആ ഭാഗത്തേക്ക് കപ്പൽ തിരികെ. ഇതേ സമയത്ത് കട്ടാരയും സോക്കയും നോക്കി നിൽക്കുമ്പോൾ ആ പാറ കഷ്ണത്തിന്റെ അകത്ത് നിന്ന് ഒരു പയ്യൻ ബോധം കെട്ട് താഴത്തേക്ക് വീഴുന്നു. ആ പയ്യൻ ഇപ്പോൾ കണ്ണു തുറക്കുന്നു. അവൻ ആദ്യം കാണുന്നത് കട്ടാരയാണ്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? കുറച്ച് അടുത്തേക്ക് വാ. അതിന് കട്ടാര എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയും, മഞ്ഞിൽ പെൻഗ്വിൻസിന്റെ പുറത്ത് നീ എന്റെ കൂടെ യാത്ര ചെയ്യാൻ വരുമോ? ഓ, അതായിരുന്നോ, നമുക്ക് നോക്കാം എന്ന് കട്ടാര പറയുന്നു. ഇതേ സമയത്ത് സോക്ക, നീ ആരാണ്? നീ എങ്ങനെയാണ് മഞ്ഞിൽ കുടുങ്ങിപ്പോയത്? പക്ഷെ ഇതൊന്നും കേൾക്കാതെ ആ പയ്യൻ മുകളിലേക്ക് ഓടിപ്പോകുന്നു. അവൻ ഓടിപ്പോയത് ഒരു മൃഗത്തിനെ ഉണർത്താൻ വേണ്ടിയാണ്. ഹേയ് ആപ്പാ, എഴുന്നേൽക്കടാ ബഡി, എഴുന്നേൽക്ക്. അങ്ങനെ ആ വലിയ മൃഗം എഴുന്നേൽക്കുന്നു. അതിനെ കണ്ട് സോക്ക ചോദിക്കും, അതിരിക്കട്ടെ, ഇതെന്താണ്? ഇതിന്റെ പേരാണ് ആപ്പ, എന്റെ പറക്കുന്ന ബൈസൺ. ഓക്കെ, എന്നാൽ ഇവളുടെ പേരാണ് കട്ടാര, എന്റെ പറക്കുന്ന അനിയത്തി. എന്നിട്ട് സോക്ക അവൻ ഫയർ നേവിയിലെ സ്പൈ ആണെന്ന് പറഞ്ഞ് സംശയിക്കുന്നു. പക്ഷെ കട്ടാര പറയും, ഇവൻ സ്പൈ ഒന്നുമല്ല, കണ്ടാൽ അറിയില്ലേ. ശരി, എന്റെ പേരാണ് കട്ടാര, ഇവന്റെ പേര് സോക്ക, ഇനി നിന്റെ പേര് പറ. അങ്ങനെ പേര് പറയാനിരിക്കുമ്പോ പെട്ടെന്ന് ആ പയ്യനൊരു ഒറ്റ തുമ്മലാണ്. അവൻ അങ്ങനെ ആകാശത്തേക്ക് തെറിച്ചുപോയി പതിയെ താഴെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ആ പയ്യൻ അവന്റെ പേര് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ പേരാണ് ആങ്. അതിന് കട്ടാര സംശയത്തോടെ ചോദിക്കും, നീ ഒരു എയർ ബെൻഡർ അല്ലേ? അതെ, ഞാനൊരു എയർ ബെൻഡർ ആണ്. അതിനിപ്പോ എന്താ? ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിക്കുന്ന സോക്ക തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന് ബോട്ടില്ല. അത് കണ്ട് ആങ് അവർക്ക് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നത് കേട്ട് സോക്ക അതും ഭയപ്പെടുന്നുണ്ടെങ്കിലും പിന്നെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് അതിൽ കയറുന്നു. ഉടനെ തന്നെ ആങ് ആപ്പാ യപ്പ് യപ്പ് എന്ന് പറയുമ്പോൾ ആപ്പ ചാടി വെള്ളത്തിലേക്ക് വീഴുന്നു. ആങ് ഇപ്പോ അവരോട് പറയും, ആപ്പ നല്ല ക്ഷീണത്തിലാണ്, കുറച്ചു കഴിയുമ്പോൾ ഇവൻ പറന്നു വരും. ഇതേ സമയത്ത് അവതാരണ തേടി വന്ന സൂക്കോയ്ക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവന്റെ അങ്കിൾ അവന്റെ അടുത്തേക്ക് വന്ന്, സൂക്കോ, നീ ആദ്യം പോയി ഒന്ന് റെസ്റ്റ് ചെയ്യേ. പിന്നൊരു കാര്യം, നിന്റെ അച്ഛൻ, നിന്റെ അച്ഛന്റെ അച്ഛൻ, നിന്റെ മുതുമുത്തച്ഛൻ, ഇവരൊന്നും തിരഞ്ഞിട്ട് പോലും അവതാരണ കണ്ടുകിട്ടിയില്ല. പിന്നെയാണ് നീ. പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞത് ഞാൻ കണ്ടുപിടിക്കും, അവതാരണയെ ഞാൻ കണ്ടുപിടിക്കും. ഇവിടെ ആങ്ങിനോട് കട്ടാര ചോദിക്കും, നീ ഒരു എയർ ബെൻഡർ അല്ലേ, അപ്പൊ നിനക്ക് അവതാരണ പറ്റി അറിയില്ലേ? പക്ഷെ ആങ്ങിന് അവതാരണ അറിയില്ല എന്ന് അവൻ കള്ളം പറയുന്നു. അതിനുശേഷം ഉറങ്ങിക്കിടക്കുന്ന ആങ് ഒരു സ്വപ്നം കാണും. അതിശക്തമായ കാറ്റും മഴയത്തും ആങ് പെട്ടുപോയി അവസാനം വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് വീണുപോയ ആങ്ങിന്റെ കണ്ണിലും തലയിലും ഒരു നീല പ്രകാശം കത്തുന്നു. ആങ് എന്നിട്ട് വെള്ളത്തിൽ വെച്ച് തന്റെ കൈ കൂട്ടിയടിക്കുന്ന സമയത്ത് ആങ്ങിനും ആപ്പയ്ക്കും ചുറ്റും ഒരു ഐസ് ക്രിയേറ്റ് ആവുന്നു. ആങ് ആങ് എഴുന്നേൽക്ക് എന്ന് കട്ടാര അവനെ വിളിക്കുമ്പോ ആങ് ചാടി എഴുന്നേൽക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ വില്ലേജിലാണ്, വില്ലേജിലെ ആൾക്കാർക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു, വേഗം പുറത്തേക്ക് വാ. അങ്ങനെ ആങ് റെഡി ആവുന്ന സമയത്ത് കട്ടാര അവന്റെ ദേഹത്ത് മുഴുവനുള്ള ആരോ മാർക്ക് ശ്രദ്ധിക്കുന്നു. പിന്നീട് ആങ് അവിടെ
അവിടെയുള്ള വില്ലേജേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്നു. ആങ്, ഇതാണ് എന്റെ പ്രിയപ്പെട്ട വില്ലേജേഴ്സ് ഇതാണ് ആങ്. പക്ഷെ ആങ്ങിനെ കാണുന്ന എല്ലാവരും വിചിത്രമായിട്ടാണ് നോക്കുന്നത്. ഇപ്പോ അവരുടെ അടുത്തേക്ക് കട്ടാരയുടെ മുത്തശ്ശി വന്ന് പറയും, 100 വർഷമായിട്ട് എയർ ബെൻഡേഴ്സിനെ ആരും കണ്ടിട്ടില്ല. നിന്നെ കാണുന്നത് വരെ ലോകത്തെല്ലാവരും വിചാരിച്ചത് എയർ ബെൻഡേഴ്സിന് വംശനാശം വന്നു പോയി എന്നാണ്. ശേഷം ആങ്ങിന്റെ കയ്യിലുള്ള വടി വെച്ച് അവന് പറക്കാൻ കഴിയുമെന്ന് പറയുന്നു. പക്ഷെ ആദ്യം സോക്ക അത് വിശ്വസിക്കില്ല. പെട്ടെന്ന് തന്നെ ആങ് പറക്കാൻ തുടങ്ങി. പറന്ന് അവസാനം സോക്കയുടെ വാച്ച് ടവറിൽ ചെന്ന് ഇടിച്ചു വീണു. ഇതിന് സോക്ക പറയും, കൊള്ളാം, നീ ഒരു എയർ ബെൻഡർ, ഇവളൊരു വാട്ടർ ബെൻഡർ, നിങ്ങൾ ഒരുമിച്ചാൽ അടിപൊളിയായിരിക്കും. അത് കേട്ട് ആങ് കട്ടാരയോട് ചോദിക്കുന്നു, സത്യമായിട്ടും നീ ഒരു വാട്ടർ ബെൻഡർ ആണോ? ഞാൻ വാട്ടർ ബെൻഡർ ആണ്, പക്ഷെ കുറച്ച്. ഇപ്പോ കട്ടാരയെ അവളുടെ മുത്തശ്ശി വിളിച്ചു കൊണ്ടുപോയിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും, കട്ടാര, നീ അവനെ വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ കട്ടാര അതൊന്നും വിശ്വസിക്കില്ല. മുത്തശ്ശി, അവൻ നല്ലൊരു പയ്യനാണ്, അതുപോലെ എന്നേക്കാൾ കൂടുതൽ അറിവ് അവനുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആങ്ങിനെ നോക്കുമ്പോ ആങ് കുട്ടികളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസ് സൂക്കോ അവതാറിനെ പിടിക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, എനിക്കിത് പോരാ, 4 എലമെന്റ്സിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അവതാറിനെ തോൽപ്പിക്കാൻ എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരണം, അതുകൊണ്ട് പഠിപ്പിച്ചതാ എന്നിങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് സൂക്കോ അങ്കിളിനോട് പറയുമ്പോൾ അങ്കിൾ പറയും, നിനക്ക് ഞാനത് പഠിപ്പിച്ചു തരാം, പക്ഷേ ആദ്യം ഞാനിതൊന്ന് തിന്നു തീർക്കട്ടെ എന്ന് പറഞ്ഞ് അങ്കിൾ തിന്നാൻ തുടങ്ങി. ഇതേ സമയത്ത് സോക്ക അവന്റെ മുൻപിൽ കുറച്ച് കുട്ടികളെ പിടിച്ചിരുത്തി, നമ്മൾ ധൈര്യശാലികളാകണം, ഫയർ ബെൻഡേഴ്സിനെ തോൽപ്പിക്കണം, അവരെ കാണുമ്പോൾ പേടിച്ചോടാൻ പാടില്ല, നമ്മൾക്ക് ധൈര്യം വേണം എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾ, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകും. ഇതേ സമയത്ത് ആങ് പെൻഗ്വിൻസിനെ പിടിച്ച് കളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ ഒന്നിനെയും പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടേക്ക് കട്ടാര വരുന്നത് കണ്ട് കട്ടാരയോട് പെൻഗ്വിൻസിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നു. പക്ഷെ കട്ടാര പറയും, ഞാൻ നിനക്ക് പെൻഗ്വിൻസിനൊക്കെ പിടിച്ചു തരാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് വാട്ടർ ബെൻഡിങ് പഠിപ്പിച്ചു തരണം. അത് കേട്ട് ആങ്, എനിക്ക് എയർ ബെൻഡിങ് മാത്രമേ അറിയൂ, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നോർത്ത് പോളിലേക്ക് ചെന്ന് അവിടെയുള്ള ആരോടെങ്കിലും പഠിപ്പിച്ചു തരാൻ പറയാം. അതിന് കട്ടാര പറയും, ഞാൻ ഇതുവരെ പുറത്തേക്കൊന്നും പോയിട്ടില്ല, അത് മാത്രമല്ല അവിടേക്ക് പോവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല, അതിന് നമ്മൾക്ക് ആപ്പയുണ്ടല്ലോ, ആപ്പയുടെ പുറത്ത് കയറി നമുക്ക് പറന്ന് അങ്ങോട്ടേക്ക് എത്താം, അതുപോലെ നിനക്ക് നല്ലൊരു ടീച്ചറിനെയും കണ്ടുപിടിക്കാം. എന്നാലും ഞാൻ ഇതുവരെ പുറത്തേക്കൊന്നും പോയിട്ടില്ല, ശരി, ആലോചിച്ച് പറയാം. അതിനുശേഷം അവര് പെൻഗ്വിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു. അങ്ങനെ അവര് പോയി അവസാനം ഐസിൽ കുടുങ്ങിപ്പോയ ഒരു വലിയ കപ്പല് ആങ് കാണുന്നു. ആങ് അത് കണ്ടതോടെ അതിലേക്ക് കയറാൻ പോകുന്നു. ഇതിന് കട്ടാര വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ആങ്ങിന്റെ നിർബന്ധം കാരണം രണ്ടുപേരും അതിലേക്ക് കയറി ചുറ്റും നടന്ന് എല്ലാം നോക്കി കാണുന്നു. ഇപ്പൊ ആങ്ങിനെ കട്ടാര ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇവളുടെ മുത്തശ്ശിയുടെ ചെറുപ്പം മുതലേ ആ കപ്പൽ അവിടെയുണ്ട്. ഫയർ നേഷൻ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നത്. അത് കേട്ട് ആങ് ഒരു കാര്യം പറയും, അവന് ലോകം മുഴുവൻ ഫയർ നേഷനിൽ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഇതുപോലുള്ള ഒരു യുദ്ധത്തിനെ പറ്റി അവർ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. ആങ്, നീ എത്ര കാലമായി ആ ഐസിന്റെ കട്ടയിൽ കുടുങ്ങിക്കിടക്കുന്നു? എനിക്കറിയില്ല, ചിലപ്പോ കുറച്ച് ദിവസമായി കാണും. അതിന് കട്ടാര പറയും, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 100 വർഷമായി കാണുമെന്ന്. എന്ത് 100 വർഷമോ? നിനക്കെന്നെ കാണുമ്പോൾ 112 വയസ്സ് തോന്നിക്കുന്നുണ്ടോ? ആങ്, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്ക്. 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യുദ്ധം തുടങ്ങിയത്. സോ നീയുള്ള സമയത്തൊന്നും ഈ യുദ്ധമില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഐസിൽ പെട്ടുപോയത്. ഇതൊക്കെ കേട്ട് ആങ്ങിന്റെ കിളി പോയി അവൻ നിലത്തേക്ക് ഇരിക്കുന്നു. പക്ഷേ കട്ടാര അവനെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവരടുത്തുള്ള റൂമിലേക്ക് പോയി. അങ്ങനെ അവരവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആങ്ങിന്റെ കാലില് ഒരു കയറ് തട്ടി. അതൊരു ട്രാപ്പാണ്. അവരങ്ങനെ ആ റൂമിൽ കുടുങ്ങിപ്പോയി. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ആ റൂമിലുള്ള മെക്കാനിസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി അവസാനം ആകാശത്തേക്ക് ഒരു പടക്കം പോയി പൊട്ടും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആങ്ങിനെ പുറത്തേക്ക് പോകാൻ ഒരു വഴി കാണുന്നു. മുകളിലായിട്ട് ഒരു ഹോൾ ഉണ്ട്. കട്ടാരയെ പിടിച്ച് ആങ് പുറത്തേക്ക് ചാടി പോകുന്നു. പക്ഷേ ആകാശത്തേക്ക് പോയി പൊട്ടിയത് ഒരു സിഗ്നൽ ആയിരുന്നു. അത് സൂക്കോ കണ്ടു. അങ്ങനെ അവസാനത്തെ എയർ ബെൻഡറിനെ സൂക്കോ കണ്ടുപിടിച്ചു. പെട്ടെന്ന് എന്റെ അങ്കിളിനോട് പോയി പറ, ഞാൻ അവതാറിനെ കണ്ടുപിടിച്ചു എന്ന്. സൂക്കോ എന്നിട്ട് അവർ ഓടിപ്പോകുന്നത് നോക്കുമ്പോൾ അടുത്ത് കാണുന്ന അവരുടെ ആ വില്ലേജും കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു ലൈക്കിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ പറ്റി എന്തൊരു കാര്യം നിങ്ങൾക്ക് തോന്നിയാലും അത് കമന്റ് ചെയ്യുക. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.